ദൈവനാമത്തിന് മഹത്വം. ആ നാളും ആ നാഴികയും. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 32-ാം വചനം. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ നാളും നാഴികയും എന്നത് മണവാളൻ മണവാട്ടിയെ രഹസ്യമായി സന്ദർശിക്കുന്ന നാളും നാഴികയുമാണ്. ശബ്ബത്ത് നാളിനെ കുറിച്ച് നമുക്കറിയാവുന്ന സ്ഥാനത്തിലാണ് നാം ഇരിക്കുന്നത്. പുനരുദ്ധാന ദിവസവും നമുക്കറിയാം, പെന്തക്കോസ്ത് നാളും നമുക്കറിയാം. ഫിലിപ്പിയർ 1:11 പറയുന്ന ക്രിസ്തുവിന്റെ നാൾ എന്നത് നമുക്ക് അറിയപ്പെടാത്ത ഒരിടത്താണ് നമ്മളുള്ളത്. ഉപദ്രവകാലത്തിന്റെ മധ്യത്തിലുള്ള ദിവസത്തെയും നമുക്ക് ശരിയായി അറിയാം. 1000 ആണ്ട് വാഴ്ചയിലെ ഭരണത്തെക്കുറിച്ചും നമുക്കറിയാം. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം വെള്ളസിംഹാസന വിധിയെക്കുറിച്ചും നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആ നാളും നാഴികയും എന്നത് അറിയപ്പെടാത്ത വിധത്തിലാണ് ഇരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച എന്നത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. അതിനു മുമ്പായി 7 വർഷത്തെ കഷ്ടകാലം ഉണ്ട്. ആ ഉപദ്രവകാലത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു ദിവസം 1000 വർഷം എന്ന കണക്കനുസരിച്ച് 6 ദിവസം എന്നത് 6000 വർഷമാണെന്ന് പറയപ്പെടുന്നു. 6000 വർഷങ്ങളിൽ 7 വർഷത്തെ ഉപദ്രവകാലത്തിന് മുമ്പുള്ള വർഷമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അതിന്റെ അടയാളങ്ങളെ കുറിച്ച് കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത നാളുകളിൽ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24:3 നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് തുടർന്നുള്ള വചനങ്ങളിലൂടെ കർത്താവ് വിശദീകരണം നൽകുന്നുണ്ട്. അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന് പറഞ്ഞു. ഇവിടെ പറയപ്പെടുന്ന അടയാളങ്ങൾ അവസാന കാലത്തെ വർഷങ്ങളിലും മാസങ്ങളിലും ആഴ്ചകളിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ നാഴികയെക്കുറിച്ചോ നമുക്ക് അറിയാൻ കഴിയില്ല. അതിനാൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം, കാത്തിരിക്കണം, പ്രതീക്ഷിക്കണം, വാഞ്ചയോടിരിക്കണം. എല്ലാറ്റിനും ഉപരിയായി നാം ഉണർന്നിരിക്കണം. വൈകുന്നേരമോ അർദ്ധരാത്രിയോ കോഴി കൂകുന്ന നേരത്തോ പുലർച്ചെയോ എന്ന് നമുക്കറിയില്ല. ജാഗ്രതയോടെ ഇരിക്കുവിൻ എന്ന് 5 സ്ഥലങ്ങളിൽ കർത്താവ് മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇത് മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ലൂക്കോസ് 21-ാം അധ്യായം 36 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉണർന്നിരിപ്പിൻ എന്നത് തെളിഞ്ഞ ബുദ്ധിയെ കാട്ടുന്നു. 1 പത്രോസ് എഴുതിയ ലേഖനം 1:13 പത്രോസ് ഇപ്രകാരം എഴുതുന്നു: ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. തെളിഞ്ഞ ബുദ്ധി എന്നത് എഫേസ്യർ 6:14 നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിന് മനസ്സിന്റെ അരമുറക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ മനസ്സ് മുഴുവനും സത്യത്താൽ നിറഞ്ഞിരിക്കണം. 1 കൊരിന്ത്യർ 14:20 നിങ്ങൾ ബുദ്ധിയിൽ മുതിർന്നവരാകുവിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:28 ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ പൂർണ്ണത എന്നത് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ വളർച്ചയുടെ തികവ്, അളവ് ആണെന്ന് എഫേസ്യർ 4:11 എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിനായി 5 ശുശ്രൂഷകർ നിയമിക്കപ്പെട്ടിരിക്കുന്നു: അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ എന്നിങ്ങനെ അവരെക്കുറിച്ച് എഫേസ്യർ 4:11 എഴുതപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ഉപദേശം നാം സ്നേഹത്തോടെ സ്വീകരിക്കണം. അപ്പോൾ തലയായ ക്രിസ്തുവിൽ നമുക്ക് എല്ലാറ്റിനും വളരുവാൻ സാധിക്കും. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുമെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:15 എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വളർച്ചയെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. എബ്രയർ 10:10 ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇഷ്ടം നാം നമ്മുടെ ശരീരത്തിൽ പ്രാവർത്തികമാക്കണം. റോമർ 12:1-2 വചനങ്ങളിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് ഇവിടെ കർത്താവ് പറയുന്നു. അവസാനമായി 2 കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പൗലോസ് ഇവിടെ കുറിക്കുന്നു. പ്രിയമുള്ളവരെ, ആ നാളും നാഴികയും നാം അറിയാത്ത സാഹചര്യത്തിൽ നാം ഉണർവുള്ളവരായും തെളിഞ്ഞ ബുദ്ധിയുള്ളവരായും ഇരിക്കാം. ബുദ്ധിയിൽ തികഞ്ഞവരായും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി വിശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ പൂർണ്ണതയെ നമുക്ക് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.